നമ്മളെപ്പോഴും കുടുംബം എന്ന് പറയാൻ നമുക്കൊക്കെ അറിയാം, ഒരു ക്ലസ്റ്ററാണ്, സമൂഹത്തിന്റെ ഒരു ക്ലസ്റ്ററാണ്. അതായത് ഒരു മിനിയേച്ചറാണ്, സമൂഹത്തിലെ ഒരു മിനിയേച്ചറാണ്. എന്റെ ഭാര്യയുണ്ട്, മകനുണ്ട്, മകളുണ്ട്, ഞാനുണ്ട്, മാത്രമല്ല രണ്ടുപേരോടുണ്ട് വളർത്തുന്നായി ഒരു പൂച്ചയുണ്ട്. അതിന്റെ ഒരു കാര്യം കൂടെ പറയാം. അവരും കുടുംബത്തിന്റെ അംഗമാണത്. 4 വയസ്സുണ്ട് എന്റെ വീട്ടിലെ വളർത്തുനായിക്ക്. ഡ്യൂക്ക് എന്നാണ് പേര്. അപ്പൊ ഇവന്റെ വിചാരം അവനാണ് ആ വീടിന്റെ മുതലാളി, ഞങ്ങളൊക്കെ അവരുടെ തൊഴിലാളികളാണ്. അപ്പൊ ഡ്യൂക്ക് വിചാരിക്കുന്ന ഞാൻ എന്ന് പറയുന്ന ഗൃഹനാഥൻ അവന് വേണ്ടി ആഹാരം വാങ്ങിക്കൊണ്ടുവരാനും അവനെ ക്ലീൻ ചെയ്യാനും അവനെ ബ്രഷ് ചെയ്യാനും ഉള്ള ഒരു തൊഴിലാളിയാണ് ഞാൻ. എന്റെ ഭാര്യ ഞാൻ വാങ്ങിക്കൊണ്ടുവരുന്ന ഭക്ഷണം വെച്ചു കൊടുക്കുന്ന ഒരാളാണ് എന്റെ ഭാര്യ. മകൾ അവന്റെ എന്റർടൈനറാണ്, അവനെ കളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. ആഴ്ചയിൽ ഒരിക്കൽ ജോലി കഴിഞ്ഞ് വരുന്ന എന്റെ മകന് ഒരു VIP ആണ്. കയ്യിൽ ഒരു കുടിക്കെട്ടുമായിട്ട് വന്നിട്ട് അവന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പൊ ഞങ്ങളൊക്കെ ഇങ്ങനെ അവന്റെ തൊഴിലാളികളാണെന്ന് അവന്റെ വിചാരം. അത് കുടുംബത്തിന്റെ അംഗമാണ്. പിന്നെ മൂന്നാമത്തെ ഈ അടുത്തിടെ മോൾക്ക് ഇഷ്ടപ്പെട്ടൊരു പാവം ഒരു പൂച്ചക്കുഞ്ഞിനെ കൊണ്ടുവന്നു. ഇതിനെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ വീട്ടിലെ ഒരു അംഗമായി ഈ ഡ്യൂക്ക് വളരെ അസ്വസ്ഥമായി. അവനെന്ത് ചെയ്യാന്നറിയാവോ? അവന് ബുദ്ധി കൂടിയിട്ട് അതിനെ അറ്റാക്ക് ചെയ്ത് കടിച്ചാൽ പാട് വീണ് അതിനെന്തെങ്കിലും പറ്റുമ്പോൾ ഞങ്ങൾ അവനെ വഴക്ക് പറയുന്നത് പേടിച്ച് ഇന്നലെ ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോൾ ഒരു പെയിന്റിന്റെ ടീം കൊണ്ടുവന്ന് ആ പൂച്ചയുടെ മണ്ടയ്ക്കോട്ടിട്ടു. ബുദ്ധിപരമായിട്ട് നീക്കം ഒന്ന് ആലോചിച്ച് തെളിവുകളില്ലാതെ അതിനെ ഇല്ലാതാക്കും. അപ്പൊ ഒന്ന് ആലോചിച്ച് വെക്കണം, ഒരു കുടുംബത്തിന്റെ കീഴിൽ ഞങ്ങൾ ഇത്രയും പേരും ഒരുപാട് സ്വഭാവത്തിലാണ് ജീവിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാനും എന്റെ 3 സുഹൃത്തുക്കളും കൂടി ഒരു കൊച്ചിയിൽ ഒരു യാത്ര പോയിട്ട് തിരിച്ചു വരുന്ന വഴി ഒരു ഹോട്ടലിൽ ഇങ്ങനെ ചായ കുടിക്കാൻ കയറിയ സമയത്ത് ഞാൻ പുറത്ത് നല്ല മഴ, കാറിന്റെ AC യിൽ നിന്നും പ്രകൃതിയുടെ തണുപ്പിലേക്ക് ഇറങ്ങി അവിടെ നിന്ന് ഡ്രൈ ആയ ഒരു ഹോട്ടലിന്റെ അന്തരീക്ഷത്തിലേക്ക് കയറിയപ്പോൾ എനിക്ക് വല്ലാത്തൊരു സുഖം തോന്നി. ഒരു കലാകാരന്റെ മനസ്സിലൂടെ നോക്കുമ്പോഴേ ആ ഹോട്ടലിന്റെ ആ ശീതീകരിച്ച അറ്റ്മോസ്ഫിയറും അതുപോലെ ഭിത്തിയിൽ വരച്ചു വെച്ചിരിക്കുന്ന കുറച്ച് പെയിന്റിങ്ങുകളും ചെറിയൊരു സംഗീതം ഒഴിക്കുന്നുണ്ട്. അതിന്റെ ഭിത്തിയിൽ ഇങ്ങനെ ടെലിവിഷനിൽ കൂടെ ഒരുപാട് ആ വിഭവങ്ങളെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. 2-3 ഫാമിലികൾ ഇരുന്ന് അവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു കുളിർന്നു തോന്നി. ഞാൻ മനസ്സുകൊണ്ടാണ് എന്ത് ഭംഗിയുണ്ട് ഈ സ്ഥലം എന്നൊക്കെ. ഞാൻ ഭക്ഷണം അതുപോലെ രുചിയായിരിക്കും കരുതി. പക്ഷെ എന്റെ അപ്പുറത്തിരുന്ന കൂട്ടുകാരൻ ചിന്തിച്ചത് മറ്റു തരത്തിലായിരുന്നു. ഇദ്ദേഹം എന്നോട് പറഞ്ഞു, പത്മ ഈ ഹോട്ടൽ ഇപ്പൊ ആള് കുറവാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വരുമ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. ഈ കച്ചവടമൊക്കെ എങ്ങനെ നടക്കുന്നത്, കാരണം ഇവർക്ക് ഇത് എങ്ങനെ റൺ ചെയ്യാൻ പറ്റും എന്ന് അദ്ദേഹം പറഞ്ഞു. മൂന്നാമത്തെ ഒരു സുഹൃത്ത് പറഞ്ഞത്, അതെ ഞാനിങ്ങോട്ട് കയറി വരുന്ന സമയത്ത് ഒരു പാവം പിടിച്ച ഒരു വ്യക്തി അവിടെ നിൽപ്പുണ്ടായിരുന്നു, ആഹാരത്തിനായിട്ട് നിൽക്കുക. പക്ഷെ അയാള് ആലോചിച്ച് ചോദിക്കുക, അയാൾ ഇത്തിരി ആഹാരത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ ഇത്ര ആഡംബര ഹോട്ടലൊക്കെ കഴിക്കുമ്പോഴും നല്ലൊരു ഇക്വാലിറ്റി എന്നൊക്കെ പറഞ്ഞ് ഉണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു. ശരിക്കൊന്ന് ചിന്തിച്ചു പോയി. ഈ 3 പേരും ഒരേ സാഹചര്യത്തിൽ 3ആയിട്ടാണ് ചിന്തിച്ചത്. അതിന്റെ അർത്ഥം മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് ഒന്നിച്ചു നിന്നാലും ഈ ചിന്താഗതി വ്യത്യസ്തമാണ്. അത് എന്റെ കുടുംബത്തിലും ഓരോ കുടുംബത്തിലും അങ്ങനെയാണ്. ഇപ്പൊ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം, ഞാനൊരു കലാകാരനും എഴുത്തുകാരനും ഒക്കെയാണ്. എന്റെ പ്രൊഫൈൽ പറഞ്ഞു കേട്ടു. ഞാൻ എപ്പോഴും കരുതുന്നത്, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സിനിമ ചെയ്യുമ്പോൾ എപ്പോഴും എന്റെ ഭാര്യ എന്റെ അടുത്ത് വന്നിരുന്ന് കഥകളൊക്കെ കേട്ട് എന്നെ പ്രോത്സാഹിപ്പിച്ചൊക്കെ ഇരിക്കണം എന്നൊക്കെ കരുതാം. അല്ലെങ്കിൽ എന്റെ അഭിപ്രായം അങ്ങോട്ടും ഇങ്ങോട്ടും പറയണമെന്നൊക്കെ കരുതും. അപ്പൊ ഞാൻ ഒരിക്കലും അവരെ വെറുത്തിട്ടില്ല. കാരണം ഞാൻ വിചാരിക്കുകയാണ്, എന്റെ ഭാര്യ എപ്പോഴും എന്നോടൊപ്പം വന്നിരുന്ന് എന്നെ എന്റർടൈൻ ചെയ്യണം, ഞാൻ പറയുന്നത് കേൾക്കണമെന്ന് വിചാരിച്ചാല് എന്റെ വീട്ടിൽ അടുപ്പ് പോയി അവരുടെ ലോകം അടുക്കളയിൽ നിൽക്കുക, പാചകം ചെയ്യുക, വീട് നോക്കുക, ഇതൊക്കെയാണ് അവരുടെ സന്തോഷവും ലോകവും ഒക്കെ അത് തന്നെയാണ്. അതിനെ അംഗീകരിച്ച് മുമ്പോട്ട് പോകുന്നിടത്താണ് ജീവിതം എപ്പോഴും രസകരമായിട്ട് വരുന്നത്. മിക്ക ഫാമിലിയും നമ്മൾ എടുക്കുകയാണെങ്കിൽ വരുന്ന ഏറ്റവും വലിയ അധപ്പതനം ഇതാണ്. ഇപ്പം നമ്മളൊരു ഗൃഹനാഥൻ എന്ന് പറയുന്ന ഒരാള്, അയാൾ വിചാരിക്കുന്ന കുടുംബത്തിലെ മറ്റു അംഗങ്ങളൊക്കെ അവന്റെ ചിട്ടയിലും ശിക്ഷണത്തിലും ഒക്കെ വളരണമെന്നാണ് കരുതുന്നത്. ഇന്ന് ലോക ജനസംഖ്യാ ദിനമാണ്. നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു എന്നറിയില്ല. ഇന്ന് മനോരമയിൽ വന്ന ഒരു വാർത്തയിൽ എഴുതിയിരിക്കുന്നത്, പത്തനംതിട്ട ജില്ലയിൽ 2011 ജനസംഖ്യാ കണക്കനുസരിച്ച് 59,000-ത്തിലധികം വീടുകൾ കാലിയായിട്ട് കിടക്കുകയാണ്. അവിടെ ആളില്ലാതെ കിടക്കുകയാണ്. എപ്പോഴെങ്കിലും നിങ്ങൾ പത്തനംതിട്ടയിൽ കൂടെ രാത്രിയിൽ പോകുന്ന സമയത്ത് ഈ 59,000-ത്തിലെ ചില വീടുകളിലൊക്കെ ഏതെങ്കിലും ഒരു മുറിയിൽ ചെറിയൊരു വെളിച്ചം കാണും, മെഴുകുതിരി പോലത്തെ വെളിച്ചം കാണും. അതാരാണെന്ന് അറിയുമോ? അതായത് രാത്രി പകലാക്കി ജോലി ചെയ്യുന്ന മകനെയും കൊച്ചുമക്കളെയും ഒക്കെ അവരുടെ വിളി കേൾക്കാനായിട്ട് ഇവിടെ പാതിരാത്രി വരെ കാത്തിരിക്കുന്ന അച്ഛനും അമ്മയൊക്കെയാണ്. അവിടെ ഒരു മരണം കഴിയുന്ന സമയത്ത് മറ്റൊരു വീട് കൂടെ ഒറ്റപ്പെട്ടു. നമ്മൾ ഓരോരുത്തരും അച്ഛനും അമ്മയൊക്കെയാണ്. നമ്മൾ ഒരു പോയിന്റിൽ തുടങ്ങി മറ്റൊരു പോയിന്റിലേക്ക് യാത്ര ചെയ്യുന്ന സാധാരണ മനുഷ്യരാണ്. നമ്മളൊക്കെ എന്താണ് ചെയ്യുന്നത്? കുടുംബം എന്ന് പറയുന്ന ഈ ഒരു വ്യവസ്ഥയിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണ്. നമ്മുടെ ജീവിതത്തെ നമ്മൾ മനസ്സിലാക്കാതെ, നമ്മളൊന്നും അറിയാതെ, നമ്മൾ കിട്ടുന്നതെല്ലാം സമ്പാദിച്ച് മറ്റുള്ളവർക്കൊക്കെ മക്കൾക്കും അതും വാങ്ങി വെച്ചിട്ട് അവസാനം ഇതുപോലെയുള്ള വീടുകളൊക്കെ നമ്മുടെ മക്കൾ മറ്റൊരു ലോകത്തേക്ക് നടന്നു പോവുകയാണ്. അപ്പൊ ഞാനെപ്പോഴും പറയുന്നത്, കുടുംബം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥിതിയിൽ നമ്മൾ ഒരുപാട് കാര്യം ചെയ്യും. ഇത് ഒരു ബൗണ്ടറിയാണ്. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ഒരു ബൗണ്ടറി നമുക്കൊക്കെ അറിയാം. ഈ ബൗണ്ടറിക്കുള്ളിൽ നിന്ന് പാകിസ്ഥാന്റെ ആരെങ്കിലും കയറുവാണെങ്കിൽ നമ്മൾ അറ്റാക്ക് ചെയ്ത് കൊല്ലും. അല്ലാതെ തമിഴ്നാട്ടിന്റെ ബൗണ്ടറിയിലേക്ക് നമ്മൾ കടന്നു കയറി അവർ അറ്റാക്ക് ചെയ്യും.
ഒരു പഞ്ചായത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒരു പഞ്ചായത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ മറ്റൊരു പഞ്ചായത്തിലേക്ക് കടന്നു കയറിയ പ്രശ്നമാകും. അയൽപക്കത്തെ എടുത്ത് നോക്കൂ. എന്റെ അയൽപക്കത്തെ വീട്ടിൽ നിന്ന് ഞാൻ അപ്പുറത്തെ അയൽപക്കത്തേക്ക് ഒന്ന് ബൗണ്ടറി ക്രോസ് ചെയ്താൽ അത് പ്രശ്നമാകും. വീടിന്റെ ഉള്ളിലും ഈ ബൗണ്ടറി ഉണ്ട്. വീടിന്റെ ഉള്ളിലെ ബൗണ്ടറി മുറികൾ മാത്രമല്ല, ഭാര്യയും ഭർത്താവും എത്രയൊക്കെ സ്നേഹമുണ്ടെന്ന് പറഞ്ഞാലും അവിടെ ഒരു ബൗണ്ടറി ഉണ്ട്. ഭാര്യ ഭർത്താവിന്റെ ബൗണ്ടറിയിലേക്ക് ക്രോസ് ചെയ്യുമ്പോൾ, അല്ലെ ഭർത്താവ് ഭാര്യയുടെ ബൗണ്ടറിയിലേക്ക് ക്രോസ് ചെയ്യുമ്പോൾ അവിടെ പ്രശ്നം ഉണ്ടാവും. കുടുംബം എന്ന് നന്നായിട്ട് പോകണമെങ്കിൽ നമ്മൾ ആദ്യം ഈ ബൗണ്ടറികൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പഠിക്കണം. ഈ ബൗണ്ടറികൾ മനസ്സിലാക്കുന്നിടത്താണ് നമ്മുടെ ജീവിതം വിജയിക്കുന്നത്. ഭാര്യയായാലും ഭർത്താവായാലും മക്കളായാലും എവിടെയായാലും അവരുടെ ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. അതിനെ നമ്മൾ മാനിക്കുക എന്നുള്ളതാണ്. എന്റെ കുഞ്ഞുങ്ങളെ വളർത്തുന്ന സമയത്ത് ഞാൻ എപ്പോഴും മനസ്സിലാക്കിയ ഒരു കാര്യം, അത് എന്റെ ശരീരത്തിൽ നിന്ന് വന്ന ഒരു പ്രോഡക്റ്റ് ആണ്, എന്റെ ഭാര്യയിൽ നിന്ന് വന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അവർ ഒരിക്കലും എന്റെ അടിമയാണ്. അതുകൊണ്ട് ഞാനൊരു ടോർച്ചിലേക്കാണ് പലപ്പോഴും ആകാൻ ശ്രമിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു ആത്മപരിശോധന നടത്തണം. ഒരു പൈലറ്റായിട്ട് ജോലിക്ക് ചെല്ലുന്ന ഒരാളെ ഒരിക്കലും അവരുടെ പണമോ അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസമോ മാത്രം കണ്ടിട്ടല്ല എടുക്കുന്നത്. അവരുടെ മനസ്സും ശരീരവും ഒക്കെ ആരോഗ്യമുള്ളതായിരിക്കണം, കരുത്തുള്ളതായിരിക്കണം. ആ വിമാനത്തിന് എന്തെങ്കിലും തകരാറ് സംഭവിച്ചു തോന്നിയാൽ അതിനെ സംയമനത്തോടും കരുത്തോടുകൂടെ നേരിടാനുള്ള ശക്തി ഒരു പൈലറ്റിനുണ്ടായിരിക്കണം. ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത ആൾക്കാരാണ് നിങ്ങളൊക്കെ. അപ്പൊ ഫ്ലൈറ്റ് കയറുന്ന സമയത്ത് ഒരു എയർ ഹോസ്റ്റസ് വന്ന് ഒരു കാര്യം പ്രധാനമായിട്ട് പറയും. ഈ വിമാനത്തില് ഏതെങ്കിലും സാഹചര്യത്തിനാൽ പ്രഷർ ഡൗൺ ആയി പോയാൽ ഒരു ഓക്സിജൻ മാസ്ക് താഴേക്ക് വരും. ഇതെടുത്ത് നിങ്ങൾ മുഖത്ത് വെക്കുക. അതിന്റെ കൂടെ അവർ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കും. നമ്മുടെ കൂടെ കൊച്ചു കുഞ്ഞുണ്ടെങ്കിലോ അല്ലെങ്കിൽ പ്രായമായ അച്ഛനും അമ്മയോ ഉണ്ടെങ്കിലോ അവർക്ക് നിങ്ങൾ ആദ്യം വെക്കരുത്, ആദ്യം നിങ്ങൾ നിങ്ങളുടെ മുഖത്ത് വെക്കണം. ഇതൊരു ക്രൂരമായ കാര്യമാണല്ലേ. അതായത് നമ്മുടെ കയ്യിലിരിക്കുന്ന കൊച്ചു കുഞ്ഞിനെ നിങ്ങൾ മാസ്ക് വെക്കരുത്, അത് ആദ്യം നിങ്ങൾ വെക്കുക. അതല്ലേ ഏറ്റവും വലിയ കാര്യം. ഒരു കുടുംബം നന്നായിട്ട് റൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ബസ് നന്നായിട്ട് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ആദ്യം ഡ്രൈവർ വളരെ കഴിവുള്ള ഒരാളായിരിക്കണം. ഈ മാസ്ക് ആദ്യം നമ്മൾ വെച്ചാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റൂ. ഒരു കുടുംബത്തിന്റെ ആരാണോ അതിന്റെ യഥാർത്ഥ നെടുത്തൂണ്, അത് ഭാര്യയായാലും ഭർത്താവായാലും, അവര് സ്വന്തം കാര്യം എല്ലാ തരത്തിലും അവരൊരു മാതൃകയായി. ആസ് എ പേരന്റ്, ആസ് എ ഫാദർ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം മക്കളുടെ പേരിൽ വലിയ ഭാഗ്യപാലൻസോ വലിയ പുതിയ വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതല്ല. നമുക്ക് അവർക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യം അവരെ സ്വന്തം കാര്യം നിൽക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഈ ലോക ജനസംഖ്യാ ദിനത്തിൽ മനോരമ എഴുതിയ പോലെ ഓരോ കാലിയായ വീടുകളും നമ്മളെ പഠിപ്പിക്കുന്നത്, ആ വീടുകളൊക്കെ നമ്മൾ ചെയ്തതും ഓരോ തീരുമാനങ്ങളും നമുക്ക് വേണ്ടി മാത്രമായിരുന്നു, അത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയല്ല. അവരെ ഓരോ അച്ഛനെയും അമ്മയും ചെയ്ത വീടുകളിലും തീരുമാനങ്ങളിലും താമസിക്കാൻ കഴിയാതെ പോയ കുഞ്ഞുങ്ങളാണ് അതിനെ ഒറ്റയ്ക്കാക്കിയിട്ട് ഇവിടെ ഒന്ന് പോകുന്നതായിട്ട് നടക്കുന്നത്. ഒരു സംഗീത സദസ്സ് നടക്കുകയാണ്. അപ്പൊ സംഗീത സദസ്സ് നടക്കുന്ന സമയത്ത് എല്ലാ പ്രാവശ്യവും വളരെ മനോഹര പാട്ടുകാരൻ നന്നായിട്ട് പാടും, അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് വായിക്കുന്ന ആൾക്കാർക്ക് വളരെ നന്നായിട്ട് വായിക്കും. പക്ഷേ ഇപ്രാവശ്യം വായിച്ച സമയത്ത് എവിടെയോ ഒരു താളപ്പിഴ തോന്നി, ഒരു സുഖമില്ലായ്മ, അല്ലെങ്കിൽ കേൾക്കുമ്പോൾ എന്തോ ഒരു വല്ലായ്മ തോന്നി. അവർ പല കാര്യങ്ങളും നോക്കി, പാട്ടുകാരന്റെ പ്രശ്നമല്ല, അത് പ്രശ്നമല്ല. അപ്പോഴാണ് അറിഞ്ഞത് വയലിൻ വായിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ വന്നൊരു പ്രശ്നമാണ്. അപ്പൊ അതിന്റെ ഓർഗനൈസർ പറഞ്ഞ വയലിനിസ്റ്റിനെ മാറ്റും എന്ന് പറഞ്ഞു. അത് ഈസി ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. കാരണം ലോകത്തിൽ നമ്മൾ തിരിച്ചറിയാതെ പോകുന്ന ഒരു കാര്യം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ അവിടെ പഴിചാരുകയാണ് ചെയ്യുന്നത്. അത് അവരുടെ കുഴപ്പമാണ്, ഇവരുടെ കുഴപ്പമാണ് എന്നാണ്. യഥാർത്ഥത്തിൽ കുഴപ്പം അവരുടെ ആരുടെയുമല്ല, നമ്മൾ ആ രീതി എടുക്കുന്നതിലാണ് കുഴപ്പം. ചില ആൾക്കാരൊക്കെ കടം കയറി ഭയങ്കര പ്രശ്നമായിട്ട് ഇതെല്ലാം ജ്യോതിഷം പറയുമ്പോൾ എന്റെ നാടിന്റെ എന്റെ വീടിന്റെ പ്രശ്നമാണ്, ദോഷമാണെന്ന് പറഞ്ഞ് വീട് വിറ്റ് പോകുന്ന ആൾക്കാരെ എനിക്കറിയാം. യഥാർത്ഥത്തിൽ ആ വീടിന്റെയോ നാടിന്റെയോ ദോഷമല്ല, ദോഷം നമ്മുടെ ചിന്താഗതിയാണ്. നമ്മൾ മറ്റുള്ളവരെ കറക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ സ്വയം മാറാൻ ശ്രമിക്കണം. ഒരു ഗ്രഹനാഥനായാലും മറ്റാരായാലും നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കി നമ്മളെ തിരുത്തി കഴിഞ്ഞാൽ ഒരുപാട് കാര്യം ചെയ്യാൻ പറ്റും. നോട്ടിഫിക്കേഷൻ സാറിന്റെ നേതൃത്വത്തിൽ പുതിയൊരു വർഷത്തേക്ക് ഒരുപാട് കാര്യങ്ങളുമായിട്ട് വരികയാണ്. ഞാൻ പറയുന്നത്, ഓരോ ഇത്രയേറെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴും വീട്ടിൽ ചെന്ന് കണ്ണടച്ചുറങ്ങുന്ന സമയത്ത് ആരെങ്കിലും നമ്മുടെ നെഞ്ചിനോട് ചേർന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ അഭിമാനത്തോടെ പറയാൻ